സ്ഥലം വരെ പോകാനുള്ളത് കൊണ്ട് പണികളെല്ലാം നേരത്തെ തീർക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കിച്ചണിൽ ചെന്ന് അടുക്കള വാതിലൊന്ന് തുറന്നിട്ട് കുറച്ച് നേരം ഒന്ന് മുറ്റത്തേക്ക് നോക്കിയിരുന്നു. പിന്നെ വേഗം ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് വെള്ളം തിളച്ചപ്പോൾ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ തൊട്ടടുത്ത സ്റ്റൗവിൽ ഞാൻ കുറച്ച് മീൻ കറി വയ്ക്കുന്നുണ്ട്. ഇന്ന് കൊഴുക്കട്ടയും മീൻ കറിയൊക്കെ വിചാരിച്ചു. അപ്പോൾ അതിനുള്ള മീൻ കറി ആദ്യം റെഡിയാക്കുക. ആ മീൻ കറി ആകുമ്പോഴത്തേക്കും കൊഴുക്കട്ടയ്ക്കുള്ള മാവ് കുഴച്ച് റെഡിയാക്കാമല്ലോ വിചാരിച്ചിട്ട് വേഗം മീൻ കറി ആക്കാൻ വെച്ച് കുടംപുളി ഇട്ടിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ആ മീൻ കറി ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും വേഗം തന്നെ ഞാൻ കൊഴുക്കട്ട ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇത് ഉരുട്ടിയെടുക്കലാണ് ഇതുണ്ടാക്കുന്നതിൽ ഏക പണിയായിട്ടുള്ളത്. അപ്പോഴത്തേക്കും മീൻ കറിയും തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുത്ത് പിന്നെ വേഗം കൊഴുക്കട്ട വേവിക്കാൻ വെച്ച് ആ സമയം കൊണ്ട് അതിലേക്കുള്ള മിക്സ് തയ്യാറാക്കാനുള്ള തേങ്ങ ചിരകുകയാണ്. ഇന്ന് കുറച്ച് തേങ്ങ ഉണ്ട്, അതെല്ലാം കൂടെ ഒരുമിച്ചാണ് ചിരകുന്നുണ്ട്. അപ്പോഴത്തേക്കും ചോറ് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ വേഗം അതിലേക്കുള്ള മിക്സിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച് കുറച്ച് മോരുകറിയും വയ്ക്കുന്നുണ്ട്. അതിലേക്കുള്ള അരപ്പും തയ്യാറാക്കാനായിട്ട് ജാറിലിട്ട് വെച്ചിട്ടുണ്ട്. മോരുകറി ഇപ്പോൾ ഇവിടെ സ്ഥിരമുണ്ട്. കാരണം എൻ്റെ മോൾക്ക് മോരുകറി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, ചോറ് കഴിക്കുന്നത് അറിയില്ല, അത്ര ഇഷ്ടം അവൾക്ക്. അപ്പോൾ അധികം എരിവൊന്നും ഇല്ലാണ്ട് ഒരൊറ്റ പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ, ഒരു വലിയ എരിവില്ലാണ്ട് അവൾക്ക് കൂട്ടാൻ പാകത്തിനുള്ള ഒരു മോരുകറി. അപ്പോഴത്തേക്കും ചോറ് വെന്തുണ്ടായിരുന്നു, വേഗം ചോറ് ഊറ്റി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊഴുക്കട്ട വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതും വേഗം ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ മിക്സും തയ്യാറാക്കി. ഒപ്പം തന്നെ മോരുകറിയിലേക്കുള്ള അരപ്പ് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ വേഗം കൊഴുക്കട്ട വറവിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങായി കഴിയുമല്ലോ. പിന്നെ വേഗം ഒരു ചട്ടിയിലേക്ക് മോരുകറിയുടെ അരപ്പൊഴിച്ച് അതങ്ങാക്കാൻ വെച്ച് ആ അരപ്പ് അരച്ച ആ ജാറിൽ തന്നെ ഞാൻ തൈരൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. വേഗം അതൊന്ന് അതിലേക്ക് ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുത്ത് തീ ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ വേഗം ഒന്ന് കുറച്ച് ഉള്ളിത്തീയലും കൂടി വയ്ക്കാൻ വിചാരിച്ച്. അപ്പോൾ അതിനായിട്ടുള്ള ഉള്ളി വേഗം അരിഞ്ഞെടുത്ത് 2 സ്റ്റവിലായിട്ട് തേങ്ങ വറുത്തരയ്ക്കുന്നതാണ്. അപ്പോൾ ഒരു സ്റ്റവിൽ തേങ്ങ വറക്കാനും വയ്ക്കുന്നുണ്ട്, ഒരെണ്ണത്തിൽ ഉള്ളി നല്ലപോലെ മൂപ്പിച്ചെടുക്കണ്ടേ അതിനും വയ്ക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഒന്ന് ഇതായി കഴിഞ്ഞാൽ ഉള്ളി കരിയും, അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ കരിഞ്ഞു. അതുകൊണ്ട് വേഗം കുറച്ച് പൊടികളെല്ലാം ചേർത്ത് അതങ്ങനെ ഇതാക്കി മാറ്റി വെച്ചേ. പിന്നെ നമ്മൾ മോരുകറിക്ക് വറവിട്ടുണ്ടായിരുന്നില്ല, അതും വറവിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കുറച്ച് പാത്രങ്ങളെല്ലാം വേഗം കഴിഞ്ഞ് പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിത്തീയലിൻ്റെ തേങ്ങ ചൂട് തണിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുത്ത് നമ്മുടെ ഉള്ളിയിലേക്ക് ചേർത്തി കുറച്ച് പുളിയും പിഴിഞ്ഞ് ചേർത്തി ആവശ്യത്തിന് ഉപ്പും ചേർത്തി നല്ലപോലെ ഇളക്കി തിളപ്പിച്ചെടുത്ത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വേഗം കിച്ചൺ ക്ലീനാക്കി അടിച്ചൊക്കെ ഒന്ന് വാരിയിട്ടിട്ട് ഞാൻ വേഗം മേലെ കയറുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മോൾ ഉണർന്നിട്ടുണ്ടായിരുന്നേ. അവിടെ അപ്പോൾ വേഗം ഒരുക്കിയിട്ടില്ല, കുളിപ്പിച്ച് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൊണ്ടുപോയിട്ട് പിന്നെ വേഗം മേലെ പോയി ഒരുങ്ങി ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ.